ശ്രീ എം ജയചന്ദ്രൻ, നേരത്തെ ശ്രീ ഹംസ സ്ഥാനാർത്ഥി നമ്മളുടെ കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരം അദ്ദേഹവുമായി സംസാരിച്ചത്. ഞാൻ അതിനുശേഷം ശ്രീ സജീഷിലേക്കും വരുന്നു. ഇപ്പോൾ നേരത്തെ ഉന്നയിച്ച ഒരു പ്രശ്നമുണ്ട്, ജില്ലകളിൽ അക്കൗണ്ട് പൂട്ടിച്ച ചരിത്രം കോൺഗ്രസിന് ലീഗിൻ്റെ കാര്യത്തിലുണ്ട് എന്നുള്ളത് നേരത്തെ ശ്രീ ഹംസ സൂചിപ്പിച്ചു. അങ്ങനെയല്ല എന്ന് ശ്രീ റോണി വാദിച്ചു. ഞാൻ ശ്രീ എം ജയചന്ദ്രൻ്റെ മുമ്പിലേക്ക് വളരെ വേഗത്തിൽ ചില മണ്ഡലങ്ങളൊന്ന് പരിചയപ്പെടുത്തി ഓർമ്മിപ്പിച്ചുകൊണ്ടുവരാം. ഇപ്പോൾ തിരുവനന്തപുരം എടുക്കാം. തിരുവനന്തപുരം വെസ്റ്റ് അസംബ്ലി മണ്ഡലം മുഹമ്മദ് കണ്ണ് ഏറെക്കാലം ലീഗ് MLA ആയിരുന്നു. പിന്നെ മണ്ഡലം ഈ പറഞ്ഞ പോലെ മാറിയപ്പോൾ ലീഗിന് കോൺഗ്രസ് കൊടുത്തത് കഴക്കൂട്ടമാണ്. ഒപ്പം ഒരു കോൺഗ്രസ് റിബലിനെ കൂടി ആ തെരഞ്ഞെടുപ്പിൽ സമ്മാനിച്ചു. ലീഗ് സ്ഥാനാർത്ഥി തോറ്റു, കോൺഗ്രസ് റിബലായിരുന്ന വാഹിദ് കോൺഗ്രസ് MLA ആയി. അതോടുകൂടി ആ കഴക്കൂട്ടത്തിലുള്ള ലീഗിൻ്റെ ക്ലെയിം തീർന്നു. ജില്ലയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടിയായി ലീഗ് മാറി. നേരെ നമുക്ക് കൊല്ലത്തേക്ക് പോകാം. PKK ബാവ മത്സരിച്ച് ജയിച്ച ലീഗ് നേതാവ് മത്സരിച്ച് മന്ത്രിയായി വന്നത് കൊല്ലത്തെ ഇരവിപുരത്ത് നിന്നാണ്. 2001 അഹമ്മദ് കബീർ 8 വോട്ടിന് അവിടെ തോറ്റുപോയി. 2006 KM ഷാജി അന്നത്തെ യൂത്ത് ലീഗ് സെക്രട്ടറി ആയിരുന്നു. ഷാജി അവിടെ തോറ്റു. പിന്നീട് ആ സീറ്റ് കിട്ടിയിട്ടേ ഇല്ലാത്ത അവസ്ഥ. കൊല്ലത്ത് പിന്നീട് നിരന്തരം കോൺഗ്രസ് തോൽക്കുന്ന പുനലൂരാണ് കഴിഞ്ഞ അവിടെ രണ്ടത്താണി തോറ്റത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ മെല്ലെ മെല്ലെ കൊല്ലത്തേക്കും ഏതാണ്ട് ലീഗ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് കാണാം. അതുപോലെ മട്ടാഞ്ചേരി, എറണാകുളം ജില്ലയാണ് മട്ടാഞ്ചേരി. ഇത്തവണ അവിടെ KM ഹംസ കുഞ്ഞ് ഒരു കാലത്ത് ജയിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ ആയതാണ്. പിന്നീട് അത് മാറി കളമശ്ശേരി വാങ്ങിച്ചു. ഇപ്പോൾ കളമശ്ശേരിയിലും തോറ്റു. അപ്പോൾ ഗുരുവായൂരിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യം. അതുപോലെ തിരുവമ്പാടി, ഗുരുവായൂരും തിരുവമ്പാടിയിലുമൊക്കെ നിരന്തരം കാലുവാരുന്നുവെന്ന പ്രശ്നം ലീഗുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. കൊടുവള്ളിയിൽ മാത്രമായി കോഴിക്കോട് ജില്ലയിൽ ലീഗ് ഒതുങ്ങുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പ് വയനാട് ജില്ലയിൽ മത്സരിച്ചിട്ടുണ്ട്. MSF പ്രസിഡൻ്റായിരുന്ന C മമ്മൂട്ടിയായിരുന്നു കൽപ്പറ്റ മണ്ഡലത്തിൽ മത്സരിച്ചത്. വമ്പൻ ഭൂരിപക്ഷത്തിന് വമ്പൻ വോട്ടുകളുടെ മാർജിനിൽ തോറ്റു. അതോടെ അവിടുത്തെയും അക്കൗണ്ടിൻ്റെ പരിപാടി തീർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ പ്രശ്നമുണ്ട്. തൃശ്ശൂർ, കൊല്ലം കോർപ്പറേഷനുകളിൽ പ്രാതിനിധ്യം പോലും ഇല്ലാത്ത അവസ്ഥ. ഏതാണ്ട് എല്ലാം കൂടി തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് 8 ജില്ലകളിൽ ഏതാണ്ട് വെറും 70 താഴെയാണ് ലീഗിൻ്റെ പ്രാതിനിധ്യം. അങ്ങനെ കോൺഗ്രസ് ലീഗിനെ ഒരു മലപ്പുറം പാർട്ടിയാക്കി മുന്നണി, എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത വിധം അത് വളരെ സ്മൂത്തായി നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ സ്ഥാനം നോക്കാം. ഡെപ്യൂട്ടി കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം വല്ലാത്ത വാർത്തയായില്ലേ? വൈകിപ്പിച്ച് വല്ലാത്ത വിവാദമായി മുന്നോട്ട് പോയ സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു യഥാർത്ഥ ചരിത്രമുണ്ട്, യാഥാർത്ഥ്യമുണ്ട്, വസ്തുതകളുണ്ട്. അത് വിലയിരുത്തപ്പെടാതെ പോകുന്നുണ്ടോ ശ്രീ ജയചന്ദ്രൻ UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ? UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ സ്ഥലത്തെ ഈ നിയമസഭാ പ്രാതിനിധ്യത്തിന്റെ മാത്രമല്ല നമ്മൾ പറയേണ്ടത് ഈ ചർച്ചയിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നു. കാരണം ഈ 52-ലാണല്ലോ ഒന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അന്ന് 52-ലും പിന്നെ 57-ലും വി പോക്കർ സാഹിബ് ആയിരുന്നു ലീഗിന്റെ ഏക പ്രതിനിധിയായിട്ട് ലോക്സഭയിലേക്ക് ജയിച്ച നേതാവ്, MP. അത് കഴിഞ്ഞ് 62-ൽ 62-ൽ കോൺഗ്രസിന്റെ കൂടെ അല്ല ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കൂടെ അല്ല. അതാണ് പിന്നെ ഇപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത ഏതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് 1962-ലെ 3-ാം പൊതു തെരഞ്ഞെടുപ്പിൽ. ആരാണ്? 3 പേരാണ് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഇലക്ഷനിൽ ലീഗിൽ നിന്ന് മത്സരിക്കുന്നത്. ഒന്ന് ഖായിദെ മില്ലത്ത് സാഹിബ്, 2 സാക്ഷാൽ CH മുഹമ്മദ് കോയ, 3-മതായിട്ട് വരുന്ന KA അലിക്കുഞ്ഞി സാഹിബ്. 3 പേര് ഒരു മുന്നണിയിലും പെടാതെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെയും സഖ്യകക്ഷിയാവാതെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അതില് ഖായിദെ മില്ലത്ത് സാഹിബും CH-ഉം വിജയിക്കുകയാണ്. 2 MP-മാര് വിജയിക്കുകയാണ് കോൺഗ്രസിന്, ലീഗിന്. ഓഡിയോ മ്യൂട്ടായി. പിന്നെ ലീഗ് പടിപ്പുറത്താണ്. ഈ വെളിയിൽ കാത്തിരിക്കുകയാണ്. നമ്മളൊക്കെ പറയില്ലേ ഈ വടക്ക് പുറത്ത് കാത്തിരിക്കുക എന്ന് പറയുന്നത് പോലെ വെളിയിൽ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ അർഹത തെളിയിക്കാൻ ഒരു അവസരം കൂടെ തരണം, ഒരു സീറ്റ് കൂടെ തരണം എന്ന് യാചിച്ചുകൊണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് 2004-ൽ എനിക്കൊന്ന് 13-ാം ലോക്സഭയിൽ മഞ്ചേരിയിൽ KPA മജീദിനെ TK ഹംസ പരാജയപ്പെടുത്തുന്നുണ്ട്. അത് കഴിച്ച് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2 MP-മാര് ലീഗിനുണ്ട്, പക്ഷെ 2 MP-മാരേ ഉള്ളൂ. അതാണ് പ്രധാനപ്പെട്ട സംഗതി. ആ 2 MP-മാരെ വെച്ചുകൊണ്ട് പോകുമ്പോഴേക്ക് ലീഗിന്റെ സാധ്യത അതല്ല എന്നറിയാം. അതായത് ഞാൻ സൂചിപ്പിച്ചല്ലോ, മറ്റൊരു കക്ഷികളുടെയും കൂട്ടുപിടിക്കാതെ 1962-ലെ 3-ാം പൊതു തെരഞ്ഞെടുപ്പിൽ 2 MP-മാരെ ജയിപ്പിച്ച ലീഗിന് അന്ന് മുതൽ ഇന്ന് വരെയും ഈ 2 MP-മാർ മാത്രമേ ഉള്ളൂ. ബാക്കി അതിനുശേഷം വന്ന എത്രയോ പാർട്ടികൾക്ക്
പിന്നീട് UDF ആയി മാറിയ ഐക്യജനാധിപത്യ മുന്നണി 1982 സംവിധാനം വരുന്നത്. എത്രയോ പാർട്ടികൾക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ സീറ്റ് വിഭജനം എങ്ങനെയാണ്? ഇതൊക്കെ മുമ്പിലുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട വസ്തുതയായി വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി ലീഗിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഉയർന്നു വന്നിട്ടുള്ളത്. അതിന്റെ ചില സൂചനകളാണ് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഇതുവരെ ഇവിടെ സംസാരിച്ച ശ്രീ KS ഹംസ നൽകിയതും പാലക്കാട് ഉൾപ്പെടെ. ആ പ്രശ്നങ്ങൾ വളരെ തീവ്രമായി നിൽക്കുന്നതിനൊപ്പമാണ് സമസ്തയുമായി ബന്ധപ്പെട്ട് ഉരുണ്ടുകൂടി വന്ന പുതിയ കുറെ വിഷയങ്ങളുണ്ട്. ഇതൊക്കെ കൂടെ നിൽക്കുമ്പോഴാണ് ലീഗിന് 3ാം സീറ്റ് ചോദിക്കാതെ നിർവാഹമില്ല എന്നുള്ള ഒരവസ്ഥ വരുന്നത്. ആ അവസ്ഥയ്ക്കാണല്ലോ ഇന്ന് രാവിലെ നമ്മളെല്ലാം പത്രസമ്മേളനം കണ്ടല്ലോ. അത് കണ്ടപ്പോ ആ പത്രസമ്മേളനം കണ്ടു തീർന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് സ്ഥലത്തെ നമ്മുടെ കവി സച്ചിദാനന്ദനല്ലോ, കവി K. സച്ചിദാനന്ദൻ, അദ്ദേഹത്തിന്റെ പഴയ 2 വരികളാണ്. മുഖം മൂടി നേരെയായി, പക്ഷെ മുഖത്തിന്റെ കാര്യമോ എന്ന് ചോദിച്ചതുപോലാണ് ആ പത്രസമ്മേളനം കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നിയ 2 വരികൾ മനസ്സിൽ വന്ന അതായിരുന്നു. അപ്പൊ ലീഗിന്റെ മുഖം മൂടി നേരെയാക്കി ഇന്നത്തെ കൊണ്ട് പത്രസമ്മേളനം കൊണ്ട് രാവിലെ ലീഗ് പ്രസിഡന്റിന്റെ പത്രസമ്മേളനം കൊണ്ട് ആ മുഖം മൂടിയെല്ലാം നേരെയായി. പക്ഷെ അവരുടെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് ലീഗിന്റെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വരുന്ന അണികളാണ്. ആ അണികളുടെ യഥാർത്ഥ മുഖം, ലീഗുമായി ബന്ധപ്പെട്ടുള്ള ആ മുഖം എത്രത്തോളം വികൃതമാക്കുകയാണ് ഈ നേതാക്കൾ ചെയ്തത് എന്ന് ദുസ്വപ്നങ്ങളിലെങ്കിലും ഇവരെ വേട്ടയാടുന്നില്ലെങ്കിൽ എന്ത് രാഷ്ട്രീയമാണ് ലീഗ് കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതുവരെ അന്തം വിട്ട് ചിന്തിച്ചിരുന്ന അണികൾ ഇത്തവണ എതിരായിട്ട് പ്രതികരിക്കും എന്ന് തന്നെയാണ് ശ്രീ KS ഹംസ തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി, പൊന്നാനിയിൽ താൻ നിൽക്കുന്നതിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ് വെച്ച് മാറേണ്ടി വന്നതും. ET ഒട്ടും സേഫ് അല്ല അവിടെ നിന്നാൽ, പൊന്നാനിയിൽ നിന്നാൽ എന്നുള്ളത് ഏറ്റവും നന്നായി അറിയുന്ന ETക്ക് തന്നെയാണ്. അത് മറ്റൊരു കാര്യം. നമ്മുടെ ഈ ചർച്ചയുടെ പർവ്വയിൽ അത് വരുന്നില്ലാത്ത കൂടുതൽ